ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ വളരെ ശക്തിയുള്ള ഒരു ഇറ്റാലിയൻ സ്വിച്ച് വേർഡാണ് പറയുന്നത്. അതുപോലെ തന്നെ 108 എന്ന അത്ഭുത സംഖ്യയുടെ പ്രത്യേകതയും. നമ്മൾ ഓരോ മന്ത്രങ്ങളും ജപിക്കുമ്പോൾ 108 തവണ ജപിക്കാനായിട്ട് പറയും. എന്തുകൊണ്ടാണ് 108 എന്ന സംഖ്യ തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മളിന്ന് ഈ വീഡിയോയിൽ നോക്കാം. എല്ലാവരും അവസാനം വരെ ഈ വീഡിയോ ശ്രദ്ധയോടുകൂടി കേൾക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ഐശ്വര്യം മാത്രമേ കൊണ്ടുവന്ന് തരികയുള്ളൂ. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു മാഘമേള, കുംഭമേളയെ പറ്റിയിട്ട്. അടുത്ത മാസമാണ് തുടങ്ങുന്നത്. എല്ലാവരും ആ മേളയിൽ ഒന്ന് പങ്കെടുത്ത് പുണ്യസ്നാനം ചെയ്യാനായിട്ടും അതുപോലെ തന്നെ നിള ആരതിയിൽ പങ്കെടുക്കാൻ സാധിക്കുന്ന എല്ലാവരും ആ നിള ആരതിയിൽ പങ്കെടുക്കുകയും ക്ഷേത്ര ദർശനം ചെയ്യുകയും ആ സമയത്ത് ധാരാളം സന്യാസി ശ്രേഷ്ഠന്മാർ ആ മേളയിൽ പങ്കെടുക്കാൻ അവിടെ എത്തിച്ചേരും എന്നാണ് വിശ്വസിക്കുന്നത്. അവരുടെ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് ലഭിക്കുവാനും സാധിക്കുന്ന ആ അസുലഭമായ ആ ദിവസങ്ങളിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ അവിടം വരെ ഒന്ന് പോയി ആ ഒരു സംഗമത്തിൽ പങ്കെടുക്കാനായി ശ്രമിക്കുക. മാഘമേളയാണ്. കുംഭമേളയ്ക്ക് പോകാൻ സാധിക്കാതിരുന്ന, കഴിഞ്ഞ കുംഭമേളയ്ക്ക് പോകാൻ സാധിക്കാതിരുന്ന ആളുകൾക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഏറ്റവും അസുലഭമായ ഒരു നിമിഷമാണ്. അതുപോലെ തന്നെ പോയിട്ടുള്ള ആളുകൾക്കും ഏറ്റവും ശ്രേഷ്ഠം തന്നെയാണ് ഈ സമയങ്ങളിലുള്ള സ്നാനവും അതുപോലെ തന്നെ മറ്റ് മഹത്തായ വ്യക്തികളെ കണ്ട് അനുഗ്രഹം നേടുക എന്നുള്ളതും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അതിനെപ്പറ്റി വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. കേൾക്കാത്ത എല്ലാവരും നമ്മുടെ ചാനലിലുണ്ട്. ഈ വീഡിയോയുടെ തൊട്ട് താഴെയുള്ള വീഡിയോയാണ്, എല്ലാവരും ഒന്ന് കേൾക്കണം. ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇന്ന് നമ്മൾ പറയുന്നത് ഒരു ഇറ്റാലിയൻ സ്വിച്ച് വേർഡാണ്. കോൺവെലക്സ എന്നാണ് ഈ സ്വിച്ച് വേർഡ്. അതായത് ഈ ഇറ്റാലിയൻ സ്വിച്ച് വേർഡായ കോൺവെലക്സ, അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ക്രമേണ വീണ്ടെടുക്കൽ എന്നാണ്. ഈ ഇറ്റാലിയൻ സ്വിച്ച് വേർഡ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ജപിക്കുന്നത്? ആർക്കൊക്കെയാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നത്? എത്ര തവണ ജപിക്കണം എന്നുള്ള കാര്യമൊക്കെ നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ ഈ സ്വിച്ച് വേർഡ് നമ്മൾ 108 തവണയാണ് ജപിക്കേണ്ടത്. ഈ 108 എന്ന സംഖ്യ നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. എന്താണ് ഈ 108 എന്ന സംഖ്യയുടെ പ്രത്യേകത? നമ്മുടെ മനുഷ്യ ശരീരത്തിൽ തന്നെ ആയുർവേദം പറയുന്നത് 108 മർമ്മങ്ങളുണ്ട് എന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയ ചക്രത്തിൽ 108 നാഡികൾ ഉണ്ട് എന്നും അവ പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നും പറയുന്നുണ്ട്. അതുപോലെ ജ്യോതിശാസ്ത്രത്തിൽ ഭൂമിയുടെ വ്യാസത്തിൻ്റെ 108 മടങ്ങാണ് സൂര്യൻ്റെ വ്യാസം. സൂര്യൻ്റെ വ്യാസത്തിൻ്റെ 108 മടങ്ങാണ് സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരം. ചന്ദ്രൻ്റെ വ്യാസത്തിൻ്റെ 108 മടങ്ങാണ് ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള ദൂരം. ഇങ്ങനെ 108 എന്ന ആ സംഖ്യയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് പല മേഖലകളിലും. അതുകൊണ്ട് തന്നെ ഈ 108 തവണ നമ്മൾ ഓരോ നാമങ്ങളും ജപിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഓരോ ചക്രങ്ങൾക്കും ഒരു ഊർജമുണ്ടാവുകയും അതുമൂലം നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു തലത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയും ചെയ്യുന്നു. നമ്മുടെ ശരീരവും മനസ്സുമൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് നല്ല ഒരു ഓറ നമുക്ക് ഉണ്ടാകുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നിത്യേന നാമം ജപിക്കുകയും സസ്യാഹാരം ശീലിക്കുകയും
നല്ല ഒരു ജീവിത ശൈലിയിൽ പോവുകയും ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള മനുഷ്യരെ നമ്മൾ കാണുമ്പോൾ തന്നെ ഇയാൾക്ക് എന്തോ ഒരു പ്രത്യേകത ഉള്ളതായി നമുക്ക് തോന്നും. ചില മനുഷ്യർ ഒരു ആൾക്കൂട്ടത്തിൽ നിന്നാൽ പോലും പെട്ടെന്ന് നമ്മൾ അവരെ തിരിച്ചറിയുകയും അവർ എല്ലാവരുടെയും ഒരു ആകർഷണ കേന്ദ്രമായി തീരുകയും ചെയ്യുന്നുണ്ട്. അത് അവർ പ്രസരിപ്പിക്കുന്ന ഒരു ഊർജമാണ്. അങ്ങനെ എല്ലാവരുടെയും മനസ്സ് കീഴടക്കുവാനുള്ള ശക്തി ചില മനുഷ്യർക്ക് ഉണ്ടാകുന്നുണ്ട്. സ്ഥിരമായി നമ്മൾ ലളിത സഹസ്രനാമം ജപിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല സൗന്ദര്യമുണ്ടാകും എന്നാണ് വിശ്വസിക്കുന്നത്. നമ്മുടെ ശരീരത്തിനും മനസ്സിനും നമ്മുടെ തൊലിക്കുമൊക്കെ വളരെയധികം ഒരു മിനുമിനുപ്പ് ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. ഒരു ഊർജമുണ്ടാകും, നല്ല ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാകും, നല്ല ഒരു തിളക്കമുണ്ടാകും, നമ്മുടെ കണ്ണുകൾക്ക് നല്ല പ്രകാശമുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഈ മന്ത്ര ജപങ്ങൾക്കൊക്കെ അങ്ങനെയുള്ള ഒരു പ്രത്യേകതയുണ്ട്. അത് നമ്മുടെ ഭാരതീയ മന്ത്രങ്ങളായാലും അതല്ല മറ്റ് മന്ത്രങ്ങളായാലും എന്തായാലും എല്ലാ മന്ത്രങ്ങൾക്കും ഒരു അത്ഭുത ശക്തിയുണ്ട്. പക്ഷേ വിശ്വാസത്തോടു കൂടി നമ്മൾ എന്ത് കാര്യം ചെയ്താലും അത് പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി ചെയ്യണം. ഒരു ആശങ്കയോടുകൂടി നിങ്ങൾ ഒരു കാര്യം ചെയ്താലും വിജയിക്കുകയില്ല. പൂർണ്ണമായി വിശ്വസിക്കുക. ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുന്നത് വിശ്വസിക്കുക എന്നുള്ളതാണ്. വിശ്വാസമില്ലാതെ എന്തു കാര്യം ചെയ്തിട്ടും യാതൊരു പ്രയോജനവുമില്ല. നിങ്ങളൊന്ന് വിശ്വസിക്കുക. ഇതുകൊണ്ട് പണച്ചിലവൊന്നുമില്ലല്ലോ. ചില നാമങ്ങളോ ചില മന്ത്രങ്ങളോ ഒക്കെ നമ്മൾ പൂർണ്ണ വിശ്വാസത്തോടു കൂടി സാധിക്കും, എനിക്കിതൊക്കെ സാധിച്ചെടുക്കാൻ പറ്റും, ഭഗവാൻ എൻ്റെ കൂടെയുണ്ട്, ഈ പ്രപഞ്ചം എൻ്റെ കൂടെയുണ്ട് എന്ന് ഉറച്ച് വിശ്വസിച്ചിട്ട് മനസ്സിന് നല്ല ബലം കൊടുത്തുകൊണ്ട് ഒന്ന് ജപിച്ചു നോക്കൂ. ജപിച്ചിട്ട് സാധിക്കുന്നില്ലെങ്കിൽ സാധിക്കണ്ട. പക്ഷേ ജപിച്ചതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ദോഷമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലല്ലോ. കാരണം പണച്ചിലവൊന്നുമില്ല. പക്ഷേ സാധിക്കും, ഇന്നല്ലെങ്കിൽ നാളെ സാധിക്കും. നമ്മുടെ മനസ്സിൻ്റെ ചില വിശ്വാസക്കുറവ് കൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് സാധിച്ചെടുക്കാൻ പറ്റാത്തത്. ചില മനുഷ്യർക്ക് പെട്ടെന്ന് സാധിച്ചെടുക്കും, കാരണം അവരുടെ മനസ്സിന് അത്രയും ഒരു ഇച്ഛാശക്തിയുണ്ട്. ചില മനുഷ്യർക്ക് പെട്ടെന്ന് പറ്റില്ല. അതിന് കാരണം അവരുടെ മനസ്സിൻ്റെ ആ ഒരു ദൗർബല്യമാണ്. പക്ഷേ കാലക്രമേണ നിങ്ങൾക്കും അവിടേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. അത് ഉപേക്ഷിക്കരുത്. മനസ്സിന് കൂടുതൽ ബലം കൊടുത്തുകൊണ്ട് കർമ്മം ചെയ്തുകൊണ്ട് ഈ ഒരു സ്വിച്ച് വേർഡ് നിങ്ങൾ ജപിക്കുക. അതായത് കോൺവലെക്സ. ഈ കോൺവലെക്സ CONVELEXA കോൺവലെക്സ എന്ന ഇറ്റാലിയൻ വാക്കിൻ്റെ അർത്ഥം ക്രമേണ വീണ്ടെടുക്കൽ എന്നാണ്. അതായത് സമ്പത്ത്, വിജയം, സമൃദ്ധി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ക്രമേണ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടെടുക്കാം. ഒരിക്കൽ ഒരുപക്ഷെ നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചിട്ട് കിട്ടാതിരുന്നതാകാം. അതൊക്കെ ക്രമേണ നമുക്ക് വീണ്ടെടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ മുമ്പിലുള്ള തടസ്സങ്ങൾ അതെല്ലാം ഒഴിവാക്കി നമ്മളിലേക്ക് ആ സമൃദ്ധി അല്ലെങ്കിൽ സമ്പത്ത് ഇങ്ങനെ ഒഴുകി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ എനിക്ക് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ അത്യാവശ്യമായിട്ട് നമുക്കൊരു കിടപ്പാടമാണ്, ഒരു വീടാണ് നമുക്ക് ആവശ്യം, അല്ലെങ്കിൽ നമ്മുടെ കടമാണ്, ആ കടം തീർത്തിട്ട് സ്വസ്ഥമായിട്ടൊന്ന് കിടന്നുറങ്ങണം, അതാണ് നമ്മുടെ ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ എനിക്കതിന് പറ്റും. എൻ്റെ മുമ്പിലുള്ള തടസ്സങ്ങൾ മാറട്ടെ. അപ്പോൾ ഏതൊരു കാര്യമായാലും ഇപ്പോൾ ഒരു വീട് വെക്കണം, നമുക്കൊരു വീട് വേണം. ആ വീടിന് വേണ്ടി നമ്മളിങ്ങനെ ജോലി ചെയ്യുന്നുണ്ടാകും, അല്ലെങ്കിൽ ജോലി അന്വേഷിക്കുന്നുണ്ടാകും, അങ്ങനെ അല്ലെങ്കിൽ ഒരു ലോണിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടാകും. അതെല്ലാം നമ്മൾ കൃത്യമായി ചെയ്യണം. ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താതിരിക്കുന്നു. അതിന് ധാരാളം തടസ്സങ്ങൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വരുന്നു. ആ തടസ്സങ്ങളൊക്കെ മാറി എത്രയും പെട്ടെന്ന് നമ്മൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഈ സ്വിച്ച് വേർഡ് നമ്മളിങ്ങനെ ജപിക്കുന്നത്. നമ്മൾ ജോലി ചെയ്യുക, ഈ സ്വിച്ച് വേർഡ് നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ മുമ്പിലുള്ള തടസ്സങ്ങൾ അത് മാറിപ്പോകും. അപ്പോൾ നമ്മളിങ്ങനെ വിശ്വസിക്കണം, നമ്മുടെ മുമ്പിൽ ആ തടസ്സങ്ങളൊക്കെ ഉണ്ട്, ആ തടസ്സങ്ങളൊക്കെ മാറിപ്പോകുന്നു. അങ്ങനെ ഞാൻ ആ ഒരു ലക്ഷ്യസ്ഥാനത്തിലേക്ക് നമ്മൾ എത്തുന്നു.
എന്നിട്ട് നമ്മുടെ മനസ്സിനെ എനിക്കതിന് സാധിക്കും, എനിക്കത് സാധിക്കും എന്ന് മനസ്സിനെ പറഞ്ഞ് ഉറപ്പിച്ച് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കർമ്മം ചെയ്യണം. ഭഗവാൻ അത് തന്നെയാണ് ഭഗവത്ഗീതയിലൂടെ അർജുനനെ ഉപദേശിച്ചു കൊടുത്തത്. ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുത്ത് അർജുനൻ്റെ മനസ്സിന് നല്ല ഒരു ധൈര്യമുണ്ടാക്കി കൊടുക്കുകയായിരുന്നു. നീ അത് ചെയ്യൂ എന്ന് അങ്ങ് പറയുകയായിരുന്നു ഭഗവാൻ. നീ അത് ചെയ്യൂ, ഇത് നിൻ്റെ ഉത്തരവാദിത്തമാണ്, നീ അത് ചെയ്യൂ. എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട്, ഞാനിത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, നിൻ്റെ മനസ്സിലിട്ട് നീ ഇങ്ങനെ ആലോചിക്കൂ, എന്നിട്ട് ശരിയാണെന്ന് തോന്നുന്നെങ്കിൽ നീ അത് ചെയ്യൂ എന്ന് പറഞ്ഞ് ആ മനസ്സിന് ബലം കൊടുക്കുകയാണ്. ഭഗവത്ഗീത മുഴുവൻ ഉപദേശിച്ചു കൊടുത്തു. എന്നിട്ട് ചെയ്യാനാണ് ഭഗവാൻ പറയുന്നത്. എന്നിട്ട് വീണ്ടും ലാസ്റ്റ് ഭഗവാൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞു എന്നതുകൊണ്ട് നീ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ വേണ്ട, നിൻ്റെ മനസ്സിൽ നീ അത് ഒന്ന് ആലോചിച്ചിട്ട് നിനക്ക് ശരി എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ ചെയ്യൂ എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഈ സ്വിച്ച് വേർഡ് അത് നിങ്ങളിങ്ങനെ ജപിക്കൂ. അത് രാവിലെ എഴുന്നേറ്റിരുന്ന് നമ്മൾ ജപിക്കുന്നതാണ് ഏത് മന്ത്രജപത്തിനും ശക്തി കൂടുതലായി കിട്ടുന്നത്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുകയാണെങ്കിൽ, അതായത് ഒരു 3 മണി അല്ലെങ്കിൽ 3:30 മണി, ഒരു 4 മണി, അതായത് 5:30 മുമ്പായിട്ട് നമ്മൾ എഴുന്നേറ്റിരുന്ന് ഈ നാമം ഇങ്ങനെ ജപിക്കുകയാണെങ്കിൽ അത് വളരെ പെട്ടെന്ന് നമുക്ക് ഫലം ലഭിക്കും. വളരെ വിശ്വാസത്തോടു കൂടി ചെയ്യണം. 108 തവണ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ഇങ്ങനെ കോൺവലെക്സ എന്ന് 108 തവണ ജപിച്ചിട്ട് നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നു എന്ന് ഉറച്ച് വിശ്വസിക്കണം. തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, അതിരാവിലെ എഴുന്നേൽക്കുകയാണെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു സമയം കൂടി നമുക്ക് ലഭിക്കും. നമ്മൾ താമസിച്ച് എഴുന്നേൽക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് എപ്പോഴും എന്താവും? ഒരു ഹറിബറി ആയിരിക്കും. നമുക്ക് ഒരു കാര്യത്തിനും സമയം തികയുകയില്ല. എന്നാൽ അതിരാവിലെ എഴുന്നേറ്റ് നമ്മുടെ പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജോലി ചെയ്യാനുള്ള സമയം കൂടുതൽ കിട്ടുകയും അതനുസരിച്ചിട്ട് നമ്മുടെ ശരീരത്തിനും മനസ്സിനും കൂടുതൽ ഊർജം ലഭിക്കുകയും നന്നായി നമ്മുടെ ജോലി ചെയ്യാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ശ്രേഷ്ഠന്മാരായ മനുഷ്യർ, അതായത് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള ആളുകൾ, അവരെല്ലാവരും തന്നെ അതിരാവിലെ എഴുന്നേൽക്കും. അവരാരും 10 മണി വരെ കിടന്നുറങ്ങുന്ന ആളുകളല്ല. രാവിലെ നേരം വെളുത്തതിന് ശേഷം എഴുന്നേറ്റ് ഓടിച്ചാടി പെട്ടെന്ന് ജോലിയൊക്കെ തീർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന ആളുകളല്ല. അവരൊക്കെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. അവർ അതിരാവിലെ ഉണരും, അവരുടെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യും, നാമം ജപിക്കും, പ്രാർത്ഥനകൾ അതെല്ലാം വളരെ രഹസ്യമായി അവരുടെ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യും. അതിനുശേഷം അവർ നന്നായി ജോലി ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? അവർക്ക് വിജയിക്കുവാനായിട്ട് സാധിക്കും. ഇതുപോലുള്ള സ്വിച്ച് വേർഡുകളും മന്ത്രജപങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിലുള്ള തടസ്സങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ മനസ്സിന് നല്ല ഒരു ബലം ലഭിക്കുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് ഈ സ്വിച്ച് വേർഡ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇറ്റാലിയൻ സ്വിച്ച് വേർഡാണ് കോൺവലെക്സ. ഇത് ഒരു 108 തവണ ഡെയിലി ജപിക്കുക. മനസ്സിന് നല്ല ബലം കൊടുത്തുകൊണ്ട് ജപിക്കുക. ഇനി അതിരാവിലെ ജപിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നമുക്ക് പറ്റുന്ന ഒരു സമയത്ത് ജപിച്ചു കൊള്ളുക. കഴിയുന്നതും ഒരേ സമയം എല്ലാ ദിവസവും ഒരേ സമയത്ത് ജപിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.